ജാസ്മിനെ ലാലേട്ടൻ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് അറിയാനുള്ള കാര്യം. ജാസ്മിൻ പലരെയും അവിടെ മോശമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും മോശമായി സംസാരിച്ചത് ജിൻഡോയെ കുറിച്ചാണ്. അതിൽ കഴിഞ്ഞ ആഴ്ച മോർണിംഗ് ടാസ്കില് അഭി വന്നു നിന്ന് പറയുന്നുണ്ടായിരുന്നു, ജാസ്മിൻ പറഞ്ഞ ഒരു വേർഡ് ജിൻഡോയെ കുറിച്ച് കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് വിളിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം രാത്രി നടന്ന ലൈവില് ജിൻഡോ അത് തമാശയായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ കരിഞ്ഞ മത്സ്യകന്യകനല്ലേ എന്ന് ജിൻഡോ പറയുന്നുണ്ടായിരുന്നു. ഒരാളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള സംസാരം അല്ലെങ്കിൽ അയാൾ അങ്ങനെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശം പ്രവൃത്തിയാണ്. അത് ജാസ്മിൻ അവിടെ ചെയ്തു എന്ന് അഭി പറഞ്ഞു. ജാസ്മിൻ അത് എതിർത്തില്ല. പിന്നീട് ജിൻഡോ അത് വീണ്ടും എടുത്തു പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരു വാക്ക് ജിൻഡോയെ വിളിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലാലേട്ടൻ ജാസ്മിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ജാസ്മിന്റെ തെറ്റ് തന്നെയാണ്. ഒരാൾ ചെയ്തത് ശരിയും മറ്റൊരാൾ ചെയ്തത് തെറ്റും ആവില്ല. തെറ്റുകൾ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവരെയെല്ലാം ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഒരാളെ കളർ വെച്ചുകൊണ്ട് അയാളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് വളരെ മോശം പ്രവൃത്തിയാണ്. അയാൾ ബിഗ് ബോസ് വീട്ടിൽ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് തല്ലുകൂടാം. പക്ഷേ ഒരാളുടെ കളർ വെച്ചുകൊണ്ട് അയാളെ കരിഞ്ഞ മത്സ്യകന്യകൻ എന്നൊക്കെയുള്ള ഒരു വേർഡ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ലാലേട്ടൻ ഇതിന് ജാസ്മിന് തക്കതായ ശിക്ഷ നൽകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. തക്കതായ ശിക്ഷ തന്നെ നൽകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതിൽ യാതൊരുവിധ ഇതുമില്ല. എന്തായാലും ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ എത്തുന്ന സമയത്ത് ജാസ്മിനെ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇതുപോലെയുള്ള വേർഡുകൾ ജാസ്മിൻ കഴിഞ്ഞ ദിവസം ജയിലിൽ കിടക്കുന്ന സമയത്ത് ജിൻഡോന്റെ അടുത്ത് ഒരുപാട് വേർഡുകൾ മോശമായിട്ട് ഉപയോഗിച്ചിരുന്നു. അതെല്ലാം തന്നെ ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.